നിങ്ങൾക്ക് ഇത് ചെയർപേഴ്സണായിട്ട് കാലാവധി 6 or 7 മാസങ്ങളുണ്ട്. 5 വർഷം പൂർത്തീകരിക്കാൻ പോവാ. ഇപ്പോഴും നിങ്ങൾ പഴയ ഭരണാധികാരികളുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നിങ്ങൾ എന്തിനാ ഇരിക്കുന്നത് ഇവിടെ? നിങ്ങൾ ഇവിടെ എന്തിനാ ഇരിക്കുന്നത്? നിങ്ങൾ ഈ 5 വർഷം കൊണ്ട് നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഇന്ന് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ കോട്ടയം ബ്ലോക്കിന്റെ സഖാക്കളുടെ നേതൃത്വത്തിൽ നഗരസഭയുടെ ചെയർപേഴ്സണെ അടക്കം ഉപരോധിച്ചുകൊണ്ടുള്ള സമരത്തിലേക്കാണ് മുന്നോട്ട് വന്നിട്ടുള്ളത്. അതിന് ഉപോത്ബലകമായ കാരണം 211 കോടി രൂപ ഈ നഗരസഭയുടെ ഇന്റേണൽ ഓഡിറ്റ് വിഭാഗം കണ്ടെത്തിയിരിക്കുകയാണ്. നഗരസഭയുമായി ബന്ധപ്പെട്ട് 211 കോടി രൂപ നഗരസഭയിൽ നിന്ന് കാണാതായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വിവരമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഓഡിറ്റ് വിഭാഗം കണ്ടെത്തിയിരിക്കുന്നു ഈ 211 കോടി രൂപ എവിടെ പോയി എന്നുള്ളത് ഇപ്പോഴും കാണാൻ സാധിക്കുന്നില്ല. ഇങ്ങോട്ട് വന്നിരിക്കുന്ന കോട്ടയം നഗരസഭയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന പണം പലതും അത് വരവ് വെച്ചിട്ടില്ല. ആ വരവ് വന്നിരിക്കുന്ന തുക അടയ്ക്കുന്ന ഫീസുകൾ അടക്കമുള്ള പല കാര്യങ്ങൾക്കകത്തും കോട്ടയം നഗരസഭയിലേക്ക് വരവ് വെക്കാതെ 211 കോടി രൂപയുടെ നഷ്ടം ഈ മുനിസിപ്പാലിറ്റിക്ക് ഉണ്ടായിരിക്കുകയും അതിന് ഏറ്റവും ഉജ്ജ്വലമായ അല്ലെങ്കിൽ കുറെ കൂടി വിശദമായ അന്വേഷണവും അതുപോലെ തന്നെ നടപടികളും വേണമെന്നുള്ളതാണ് കോട്ടയം നഗരസഭയുടെ ചെയർപേഴ്സണോട് മുന്നിലോട്ട് ഞങ്ങൾ ഈ സമരം നടത്തുമ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതിന്റെ ഭാഗമായി ഗൗരവമായ രീതിയിൽ കേരള സർക്കാരിന്റെ നേതൃത്വത്തിൽ വിജിലൻസിന്റെ നേതൃത്വത്തിൽ ഈ നഗരസഭയിലെ ഉദ്യോഗസ്ഥന്മാരും അതിന്റെ ഭരണാധികാരികളുമായിട്ടുള്ള ആളുകൾ ആണ് ഇതിന്റെ പിറകിലെന്നുള്ളത് ഒരു സംശയവുമില്ല. അതിനെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്നുള്ളതാണ് ഡിവൈഎഫ്ഐക്ക് ഈ സമയത്ത് സൂചിപ്പിക്കാനുള്ളത്. അതുപോലെ തന്നെ കാലാകാലങ്ങളിലായി ഡിവൈഎഫ്ഐയുടെ നേതൃത്വം സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ കോട്ടയം പട്ടണത്തിലെ സാധാരണക്കാരായി ആളുകൾ ആശ്രയിക്കുന്ന നഗരസഭയുടെ ക്രെമിറ്റോറിയം, ആ ശ്മശാനം, മുട്ടമ്പല ശ്മശാനം നാളുകളായി കൂട്ടിക്കിടക്കുകയാണ്. ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് അവരെ സംബന്ധിച്ചിടത്തോളം ശവസംസ്കാരം നടത്തുവാൻ മറ്റ് ഏറ്റുമാനൂർ നഗരസഭയിലേക്കും മറ്റ് സ്വകാര്യ വ്യക്തികളുടെയും മറ്റ് സമുദായ സംഘടനകളുടെയും ശ്മശാനത്തെ ആശ്രയിക്കേണ്ട സാഹചര്യം വരുന്നു. സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, കോളനി നിവാസികളായിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ നഗരസഭയുടെ മറ്റ് പരിസര പ്രദേശങ്ങളിൽ ഭൂമി തീരെ കുറവുള്ള സ്വന്തം വീടുകളില്ലാത്ത ആളുകൾ, വാടക കെട്ടിടത്തിൽ കഴിയുന്ന ആളുകൾ അടക്കമുള്ള ആളുകൾ കാലാകാലങ്ങളിൽ മാസങ്ങളായി ഈ നഗരസഭയിൽപ്പെട്ട ആളുകൾ ഏറ്റവും അധികം ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ശ്മശാനത്തിന്റെ കാര്യത്തിലടക്കം ഈ നഗരസഭ എടുത്ത അനങ്ങാപ്പാറ നയത്തിനെതിരായിട്ടുള്ള സമരമാണ് ഇന്ന് കോട്ടയത്തെ ഈ നഗരസഭയിലേക്ക് ഡിവൈഎഫ്ഐ നടത്തിയിട്ടുള്ളത്. അതിന്റെ ഭാഗമായി കോട്ടയം നഗരസഭ ചെയർപേഴ്സൺ ഈ ഫെബ്രുവരി 5-ാം തീയതിക്കുള്ളിൽ ഭാഗികമായി ഈ നഗരസഭയുടെ ക്രെമിറ്റോറിയം നന്നാക്കി തന്നിരിക്കുമെന്നുള്ള ഉറപ്പാണ് ഡിവൈഎഫ്ഐക്ക് നൽകിയിട്ടുള്ളത്. ആ ഉറപ്പിന്മേലാണ് ഇന്ന് ഡിവൈഎഫ്ഐ നടത്തിയ ഈ സമരം ഞങ്ങൾ അവസാനിപ്പിക്കുന്നത്. ഇന്ന് ഈ ഉറപ്പ് കോട്ടയത്തിന്റെ നഗരസഭയുടെ ചെയർപേഴ്സൺ പാലിക്കാൻ തയ്യാറായില്ല എങ്കിൽ ഡിവൈഎഫ്ഐയുടെ ഏറ്റവും ഉജ്ജ്വലമായ സമരം ഈ നഗരസഭയിലേക്ക് ഉണ്ടാവും എന്ന് മാത്രമല്ല, കോട്ടയം നഗരസഭയുടെ ഭരിക്കുവാൻ വേണ്ടി കോട്ടയം മുനിസിപ്പാലിറ്റിയുടെ ചെയർപേഴ്സൺ ഈ മുനിസിപ്പൽ പരിസരത്ത് പോലും പ്രവേശിപ്പിക്കാത്ത രീതിയിലുള്ള സമരം ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ നടക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ സഖാക്കളെയും ഒരിക്കൽ കൂടി ഡിവൈഎഫ്ഐയുടെ കോട്ടയം ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ഊഷ്മളമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. അഭിവാദ്യങ്ങൾ. കോട്ടയം നഗരസഭയിലെ 211 കോടി രൂപയുടെ തട്ടിപ്പും അതുപോലെ പെൻഷൻ ഫണ്ട് തട്ടിപ്പും മുട്ടമ്പലം ശ്മശാനം കഴിഞ്ഞ കുറേ നാളുകളായി 2 മാസത്തോളമായി അടഞ്ഞുകിടക്കുന്നു തുടങ്ങിയ വാർത്തകൾ ജാഗ്രത ന്യൂസ് ലൈവായിരുന്നു ആദ്യം പുറത്തുവിടുന്നത്. എന്തായാലും ഈ ഒരു വാർത്തയുടെ എല്ലാം പശ്ചാത്തലത്തിൽ ഇന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കോട്ടയം നഗരസഭ അധ്യക്ഷ ബിൻസി സെബാസ്റ്റ്യനെതിരെ വലിയ രീതിയിൽ പ്രതിഷേധിക്കുന്ന അല്ലെങ്കിൽ പ്രതിഷേധം രേഖപ്പെടുത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിച്ചു. വലിയ രീതിയിൽ തന്നെ കോട്ടയം നഗരസഭയിൽ വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾക്കാണ് ഇന്നിപ്പോൾ വേദിയായിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും വലിയ രീതിയിൽ തന്നെയുള്ള പ്രതിഷേധങ്ങൾക്കാണ് ഈ ഒരു കോട്ടയം നഗരസഭ കളമൊരുങ്ങുന്നത് എന്നതിൽ യാതൊരു സംശയവുമില്ല. മുട്ടമ്പലം ശ്മശാനം കഴിഞ്ഞ 2 മാസമായി അടഞ്ഞുകിടക്കുന്നു എന്ന വാർത്ത കഴിഞ്ഞ ദിവസമായിരുന്നു ജാഗ്രത ന്യൂസ് പുറത്തുവിട്ടത്. അതിനു മുമ്പ് തന്നെ കോട്ടയം നഗരസഭയിൽ 211 കോടി രൂപയുടെ തട്ടിപ്പും 3.5 കോടി രൂപയുടെ പെൻഷൻ തട്ടിപ്പിന്റെ വിവരവും ജാഗ്രത ന്യൂസ് പുറത്തുവിട്ടിരുന്നു. എന്തായാലും ഈ ഒരു വിഷയത്തിലെല്ലാം ഇന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വലിയ രീതിയിൽ തന്നെ പ്രതിഷേധങ്ങൾ അരങ്ങേറുന്ന കാഴ്ചകളാണ് ഇന്നിപ്പോൾ കോട്ടയം നഗരസഭ വേദിയായത്.